ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ജിംനോസ്പേംസിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബ്രയോഫൈറ്റ്സ്, ആൽഗേറ്റ്, ഇറിഡോഫൈറ്റ് എന്നിവയുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആദ്യം അത് പോയിട്ട് കാണുക. ഇന്ന് പഠിക്കാൻ പോകുന്നത് ജിംനോസ്പേംസിൻ്റെ പെക്യുലാരിറ്റി, അവയുടെ റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ എന്നിവ എങ്ങനെയാണെന്നാണ്. ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ്. അവയ്ക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സീഡ് ആണെങ്കിൽ സീഡ് കോട്ടൊന്നും ഇല്ലാത്ത നേക്കഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും കാണുന്നത്. ഇവയെന്താ മീഡിയം സൈസ്ഡ് ട്രീ മുതലും ടോൾ ട്രീസ് അല്ലെങ്കിൽ ഷ്രബ്സ് വരെയും കാണുന്നുണ്ട്. ചിലത് ഷ്രബ്സ് ആയിരിക്കാം, ചിലത് മീഡിയം സൈസ്ഡ് ട്രീ ആവാം, അല്ലെങ്കിൽ ലാർജ് അല്ലെങ്കിൽ ടോൾ ട്രീസ് ആയിട്ടും ജിംനോസ്പേംസിൽ കാണുന്നുണ്ട്. ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ എനി ഓവറി വാൾ. അവ എപ്പോഴും പുറത്തേക്ക് എക്സ്പോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അവർക്കൊരു ഓവറി വോളൊന്നും ഉണ്ടായിട്ടില്ല. നേക്കഡ് സീഡ് ആണെന്ന് പറഞ്ഞു. ഓവ്യൂൾ ആണെങ്കിൽ ഓവറി വോൾ കൊണ്ട് കവർ ചെയ്തിട്ടുമില്ല. ഇനി അവളുടെ പ്ലാന്റ് ബോഡി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റൂട്ടാണ്. ജനറലി മോസ്റ്റ് ഓഫ് ദ ജിംനോസ്പേംസിലും ടാപ്പ് റൂട്ടാണ് ഉള്ളത്. പക്ഷെ അത് കൂടാതെ ചില സ്പീഷീസിൻ്റെ അകത്ത് മൈക്കോറൈസ, കോറലോയിഡ് റൂട്ട് എന്നീ രണ്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൂട്ട് കാണുന്നുണ്ട്. അവ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും അസോസിയേഷനാണ്. മൈക്കോറൈസ എന്ന് വെച്ചാൽ റൂട്ടിൽ ഫംഗസുമായിട്ട് അസോസിയേഷൻ ഉണ്ടാകും. ഇപ്പോൾ പൈനസിലാണ് മെയിൻലി മൈക്കോറൈസ കാണുന്നത്. അവിടെ ഒരു വൈറ്റ് കളറിൽ ഫംഗസ് ഇങ്ങനെയല്ലേ കാണുക, പൂപ്പൽ പോലെ. അപ്പോൾ വൈറ്റ് കളറിൽ കാണുന്നത് ഫംഗൽ അസോസിയേഷനാണ്. അപ്പോൾ മൈക്കോറൈസ ഫംഗൽ അസോസിയേഷനാണ്. നെക്സ്റ്റ് കോറൽറോയിഡ് റൂട്ടാണെങ്കിൽ ഈ റൂട്ടിന് നൈട്രജൻ ഫിക്സിങ് സയനോ ബാക്ടീരിയയുമായിട്ട് അസോസിയേഷൻ ഉണ്ടാകും. അപ്പോൾ മെയിൻലി കാണുന്നത് സൈക്കസിലാണ്. ഇവയിൽ ഈ റൂട്ട് മാത്രമല്ല നോർമൽ റൂട്ടും കാണുന്നുണ്ട്. പക്ഷേ ചില സ്പീഷീസിൽ എന്താ കോറലോയിഡ് റൂട്ട് അല്ലെങ്കിൽ മൈക്കോറൈസ കാണുന്നുണ്ടാകും. അടുത്തത് സ്റ്റെമ്മാണ്. സ്റ്റെം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലത് അൺബ്രാഞ്ചഡ് ആയിരിക്കും, ബ്രാഞ്ചസ് ഒന്നുമില്ല. ഈ പിക്ചേഴ്സിൽ തന്നെ സൈക്കസിനെ നോക്കിയാൽ അറിയാം, നിങ്ങളൊരു തൂണ് പോലെയാണ് അല്ലേ, അതിൽ വേറെ ബ്രാഞ്ചസ് ഒന്നും കാണുന്നില്ല. രണ്ടാമത്തേത് ബ്രാഞ്ചഡ്. തൊട്ടിപ്പുറത്ത് പൈനസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്, അതിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതുകൂടാതെ സിഡ്രസ് എന്ന് പറയുന്ന വേറൊരു പ്ലാന്റിലും ഒക്കെ ബ്രാഞ്ചഡ് ആണ് കാണുന്നത്. ഇനി ലീവ്സ്. പിന്നെ ലീവ്സാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്. ലീവ്സ് സിമ്പിൾ ആകാം, കോമ്പൗണ്ട് ആകാം. ഒറ്റ ലീഫായിട്ടും ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ ലീഫ് ഒരു റാച്ചസ് പോലെയൊക്കെ റാച്ചസിലൊക്കെ കണക്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്, നമ്മൾ ഈ ഓലയിലൊക്കെ കാണുന്നത് പോലെ. ഓക്കെ, അപ്പോൾ അതിൽ സൈക്കസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ജിംനോസ്പേമിൽ വരുന്നതാണ്. മുകളിൽ സൈക്കസിൻ്റെ ഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവയിൽ പിന്നേറ്റ് ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ഓലയിലൊക്കെ കാണുന്ന പോലെയുള്ള ലീവ്സ് ഇല്ലേ, അവ ഒരു കുറച്ച് വർഷക്കാലത്തേക്ക് ആ ഇതിൽ തന്നെ പേഴ്സിസ്റ്റ് ചെയ്യും, എന്നിട്ട് ഉണങ്ങി വീഴുക ചെയ്യാം. പിന്നേറ്റ് ലീവ്സ് കാണുന്നത് സൈക്കസിലാണ്. അതിൻ്റെ ഒരു സൂം ചെയ്ത പിക്ചേഴ്സ് ഒരു ഗ്രീൻ കളറിൽ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദ ലീവ്സ് ഇൻ ജിംനോസ്പേംസ്. പിന്നെ അതൊരു ജിംനോസ്പേംസിൽ ലീവ്സ് എന്ന് പറയുന്നത് അതിൽ തിക്ക് ക്യൂട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകും മെയിൻലി. എന്തിനാ ഈ തിക്ക് ക്യൂട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, എക്സ്ട്രീം ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ജിംനോസ്പേംസിലുള്ള ലീവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോണിവേഴ്സ്. അതൊരു ജിംനോസ്പേം ആണ്. ആ കോണിവേഴ്സിൽ നീഡിൽ ലൈക്ക് ലീവ്സാണ് ഉണ്ടായിരിക്കുക. അതായത് അധികം തടിയില്ലാതെ, ലെങ്ത് ഉണ്ടാകും, നല്ലത് ലെങ്ത് ഉണ്ടാകും, പക്ഷേങ്കിൽ തടിയില്ലാത്ത നീഡിൽ പോലെയുള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. മെയിൻലി അവ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് സർഫേസ് കുറവായിരിക്കും. സർഫേസ് ഏരിയ കുറവായത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇവ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷനാണ് നീഡിൽ ലൈക്ക് ലീവ്സ് എന്ന് പറയുന്നത്. അവ സർഫേസ് ഏരിയ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അവർക്ക് തിക്ക് ക്യൂട്ടിക്കിളും സങ്കൺ സ്റ്റൊമാറ്റോ ആയിരിക്കും ഉണ്ടാവുക. ക്യൂട്ടിക്കിൾ തിക്കാണ്, സ്റ്റൊമാറ്റോ സങ്കൺ ആണെങ്കിൽ വാട്ടറിൻ്റെ പുറത്തേക്ക് പോകുന്ന വാട്ടറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, റെഡ്യൂസ്ഡ് സർഫേസ് ഏരിയയും തിക്ക് ക്യൂട്ടിക്കിളും സങ്കൺ സ്റ്റൊമാറ്റയും വാട്ടർ ലോസ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി അവയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജിംനോസ്പേംസ് ഹെറ്ററോസ്പോറേറ്റ് ആണ്. ഹെറ്ററോസ്പോറേറ്റ്, ഹോമോസ്പോറേറ്റ് എന്ന് വെച്ചാൽ സെയിം ടൈപ്പ് ഓഫ് സ്പോസ് ആണെങ്കിലാണ് ഹെറ്ററോസ്പോസ് ഉള്ളത്, ഹോമോസ്പോസ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർസ് കാണുന്നുണ്ടെങ്കിൽ അവനെയാണ് ഹെട്രോസ്പോറേറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ജിംനോസ്പേമിൽ മൈക്രോസ്പോറും കാണുന്നുണ്ട്, മെഗാസ്പോറും കാണുന്നുണ്ട്. മെഗാസ്പോറും മൈക്രോസ്പോറും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോർസാണ്, അതുകൊണ്ട് അവയെ ഹെട്രോസ്പോർസ് എന്ന് പറയും. ഇനി നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പഠിക്കുമ്പോൾ ടെറിഡോഫൈറ്റ്സിൽ പഠിക്കുമ്പോൾ അവയിൽ ചിലതിൽ സ്ട്രൊബൈലി അല്ലെങ്കിൽ കോണ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഈ സ്ട്രൊബൈലി അല്ലെങ്കിൽ കോൺസ്? ഈ മൈക്രോസ്പോർസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോഫില്ല് അല്ലെങ്കിൽ മെഗാസ്പോറോഫില്ല് കാണുന്നതിനെയാണ് നമ്മൾ സ്ട്രൊബൈലി അല്ലെങ്കിൽ കോൺ എന്ന് പറയുക. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഇവ ഹെട്രോസ്പോറസ് ആയതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള സ്ട്രൊബൈലി ജിംനോസ്പേംസിൽ കാണുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് മെയിൽ സ്ട്രൊബൈലി, രണ്ട് ഫീമെയിൽ സ്ട്രൊബൈലി. മെയിൽ സ്ട്രൊബൈലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൽ മൈക്രോസ്പോറോഫിൽ, നമുക്കറിയാമല്ലേ മൈക്രോ എന്നുള്ള ടേം മെയിലിനും മെഗാ എന്നുള്ള ടേം ഫീമെയിലിനുമാണ് നമ്മൾ എപ്പോഴും കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൈക്രോസ്പോറോഫിലിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചിയ ഉള്ളത്, മൈക്രോസ്പൊറാഞ്ചിയയിലാണ് മൈക്രോസ്പോർ ഉള്ളത്. ഓക്കെ, അപ്പോൾ മെയിൽ സ്ട്രോബിലി എന്ന് പറയുമ്പോൾ മൈക്രോസ്പൊറോഫിൽ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയ കാണുന്നുണ്ട്. ഫീമെയിൽ സ്ട്രോബലൈ എന്ന് പറയുമ്പോൾ മെഗാസ്പോറോഫിലും അതിൻ്റെ ഉള്ളിൽ മെഗാസ്പോസും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ യെല്ലോ കളറിലുള്ള ടേബിൾ ഒന്ന് നോക്കുക. നിങ്ങൾ റീപ്രൊഡക്ഷൻ ഒന്ന് സിംപ്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. നമ്മളുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോർ കാണുന്നുണ്ട്. മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ, അവയാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ആ മെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ നിന്ന് സ്പേം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓവറോൾ ഔട്ട്ലൈനാണിത്. മെഗാസ്പൊറാഞ്ചിയത്തിൽ മെഗോസ്പോർ ഉണ്ടാകും, അതാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഗ്ഗാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലും ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ടാകും. സ്പോറോഫൈറ്റ് മാറി ഗ്യാമറ്റോഫൈറ്റ് ആകും. അതായത് ഡിപ്ലോയിഡ് സ്റ്റേജാണ് സ്പോറോഫൈറ്റ്, ഹാപ്ലോയിഡ് സ്റ്റേജാണ് ഗ്യാമറ്റോഫൈറ്റ്. ഇനി റീപ്രൊഡക്ഷൻ നമ്മൾ ഡയഗ്രാം വെച്ചിട്ട് പഠിക്കാം. അപ്പം ഇതാണ് ഡയഗ്രാം. ഫസ്റ്റ് ഞാൻ രണ്ട് കളേഴ്സിൽ 1, 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളറിൽ കൊടുത്തതാണ് മെയില്, ഇനി ഒരു ഗ്രീൻ കളറിൽ കൊടുത്തതാണ് ഫീമെയിൽ. ഇപ്പോൾ ഈ പ്ലാന്റ്സിൽ എന്താ രണ്ട് സ്ട്രൊബൈലി ഉണ്ട് എന്ന് പറഞ്ഞു, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പോൾ ആദ്യം മെയിൽ സ്ട്രൊബൈലിയിൽ മൈക്രോസ്പോറോഫിലിൽ മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാകും. ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ എന്താ മൈക്രോസ്പോസ് ഉണ്ടാകും അല്ലെങ്കിൽ പോളൻ ഉണ്ടാകും. ആ സ്പോസ് മിയോസിസ് വഴിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ 1 കൊടുത്തതിന് ശേഷം 2 നോക്കുക. ബ്ലൂ കളറിലെ 2 എന്താ സ്പോസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മൈക്രോസ്പൊറാഞ്ചിയയിൽ മെയിൽ കോണിൽ സ്പോസ് സാക്കിൻ്റെ ഉള്ളിൽ മിയോസിസ് വഴി കുറേ സ്പോസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഹാപ്ലോയിഡ് സ്റ്റേജാണ്. ആ സ്പോസ് എന്ത് ചെയ്യും? മൈറ്റോസിസ് നടന്ന് അവയുടെ എണ്ണം കൂടും. എണ്ണം കൂടിയതിന് ശേഷം ഈ കാറ്റൊക്കെ വരുമ്പോൾ അവ കാറ്റത്ത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഫീമെയിൽ കോണിലേക്ക് പോകുക വേണ്ടത്. ഇനി നിങ്ങൾ ഫീമെയിൽ കോൺ നോക്കുക. അപ്പോൾ ആ ഗ്രീൻ കളറിൽ 1 എഴുതിയതാണ് ഫീമെയിൽ കോൺ. ആ ഫീമെയിൽ മൈക്രോസ്പൊറാഞ്ചിയൻ്റെ ഉള്ളിൽ തൊട്ട് സ്ലൈഡ് നോക്കണം കേട്ടോ. മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ മെഗാസ്പോസ് ഉണ്ട്. ആ മെഗാസ്പോസ് എന്ന് പറയുന്നത് ഒവ്യൂളാണ്. ഒവ്യൂളിന് മിയോസിസ് നടന്നിട്ട് ഒവ്യൂൾ ഡെവലപ്പ് ചെയ്യും. ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തത് ഒവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അകത്തേക്ക് എന്ത് വരും? നമ്മളുടെ സ്പോസ് വന്നിട്ട് വരും. സാധാരണ അങ്ങനെയാണല്ലോ, മെയിൽ പോയിട്ട് ഫീമെയിലിൻ്റെ ഒവ്യൂളിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതുമായി ലാസ്റ്റ് ഈ ഒവ്യൂൾ എന്ത് ചെയ്തും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റായിട്ട് മാറും. ആ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉണ്ടാകുക. അതാണ് മൂന്നാമത്തെ സ്ട്രക്ചർ. 3 എഴുതിയത്. അത് ഒരു ഓറഞ്ച് കളറിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്തിനാണ് ഓറഞ്ച് കളർ കൊടുത്തതെന്ന് വെച്ചാൽ ആദ്യം ഫീമെയിലിൻ്റെ അകത്തുള്ള ഒവ്യൂൾ ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റായി. പക്ഷേങ്കിൽ ആ സ്പോസ് എന്ത് ചെയ്യും? ആ ഒവ്യൂളിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഒവ്യൂൾ ഡെവലപ്പ് ചെയ്ത ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എഗ്ഗ് ഉള്ളത്. അടുത്തത് ഫെർട്ടിലൈസേഷനാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി. ഇപ്പോൾ ഉള്ള സ്റ്റേജാണ് 2N ഡിപ്ലോയിഡ് സ്റ്റേജ്.
സൈഗോട്ടിന് ഡിവിഷൻ നടന്നു, എംബ്രിയോ ഉണ്ടായി, എംബ്രിയോയിൽ നിന്ന് സീഡ് ഉണ്ടാകും, സീഡിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാകും. അപ്പോൾ അത് ഡിപ്ലോയിഡ് പ്ലാന്റ് ആണ്, സ്പോറോഫൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് ആയിട്ട് വലിയ പ്ലാന്റ് ആയിട്ട് മാറും. എന്നിരുന്നാലും ആ സ്പോറോഫൈറ്റിൽ തന്നെ എപ്പോഴും ഗ്യാമറ്റോഫൈറ്റ് പേഴ്സിസ്റ്റ് ആയിരിക്കും. ചിലതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നിക്കൽ ഗ്യാമറ്റോഫൈറ്റ് അത് നശിച്ചു പോയി സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. പക്ഷെങ്കിൽ ജിംനോസ്പേംസിൽ ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗ്യാമറ്റോഫൈറ്റ് പേഴ്സിസ്റ്റ്, അവരവിടെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്.